റിയർ സീറ്റിന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മോഡലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനെ നിസാൻ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതാണ് നിസാൻ ഗ്രാവൈറ്റ്. നമ്മളിപ്പോൾ ഉള്ളത് ഉദയ്പൂരിലാണ്. ഉദയ്പൂരിൽ വെച്ചിട്ട് നിസാൻ അവരുടെ ഏറ്റവും പുതിയ 7 സീറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2019 റെനോ എന്ന് പറയുന്ന കമ്പനി അവരുടെ 7 സീറ്റർ ആയിട്ടുള്ള ട്രൈബർ എന്ന വാഹന വിപണിയിലേക്ക് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ശരിക്കും അതിൻ്റെ ലോഗോ ചേഞ്ചർ വേർഷൻ അല്ലെങ്കിൽ ആ ഒരു പരിപാടി ഉണ്ടല്ലോ, ആ മോഡലിനെ നിസാൻ അവതരിപ്പിക്കുന്നത് എന്നതാണ്. പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഏറ്റവും വലിയ മാറ്റം ലോഗോ. നേരത്തെ ഉണ്ടായിരുന്ന റെനോയുടെ ലോഗോ ആയിരുന്നു, ഇപ്പം നിസാൻ്റെ ലോഗോ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് തമാശയ്ക്ക് പറഞ്ഞാണ് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഗ്രില്ല് ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എലമെൻ്റ് ഇത് നേരത്തെ ഒരു സ്റ്റിക്കർ വർക്ക് പോലെയായിരുന്നു, ഇപ്പം അതൊരു ഒരു എലമെൻ്റ് ആയിട്ട് തന്നെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് LED ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഹെഡ് ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ LED ഹെഡ് ലാമ്പാണ്, പക്ഷേ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഹാലജൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഗ്രാവൈറ്റ് എന്ന് പറയുന്ന ലെറ്ററിങ് നല്ല രസമുണ്ട്. ഇത് കുറച്ചും കൂടി ഒരു നിസാൻ സ്റ്റൈൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം എനിക്ക് തോന്നിയായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. അതുപോലെ ഇവിടെ ഒരു വാഷിംഗ് യൂണിറ്റ് കാണാം, വൈപ്പർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, ഇൻട്രസ്റ്റിംഗ്. അതുപോലെ അഡാസും കാര്യങ്ങളൊന്നുമില്ല, കാരണം ഇത് ബഡ്ജറ്റീവാണ്. 3 പാർക്കിംഗ് സെൻസറാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. 360 ഡിഗ്രി ക്യാമറ വ്യൂവും ഇതിനകത്തില്ല. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഡയമെൻഷൻ്റെ കാര്യത്തിൽ മറ്റാളുമായിട്ട് വലിയ വ്യത്യാസമേ പറയാനില്ല എന്നുള്ളതാണ്. വീലുകൾ 15 ഇഞ്ച് വീലാണ് കൊടുത്തേക്കുന്നത്, പക്ഷേ അലോയ് വീലില്ല, പകരം ഒരു വീൽ കപ്പാണ് കൊടുത്തേക്കുന്നത്. പ്ലാസ്റ്റിക് ആണ്. സൈഡ് വ്യൂ മിറർ പിയാനോ ബ്ലാക്കിനകത്താണ്. അതിനകത്ത് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ ക്രോം എലമെൻ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇനി ചില മോഡലിനകത്ത് ഇവിടെ നമുക്ക് കുറച്ച് സ്റ്റിക്കർ വർക്കൊക്കെ കാണാം. പിന്നെ ഇതിനൊരു ആക്സസറീസ് വേർഷൻ ഉണ്ട്, ലോഞ്ച് എഡിഷൻ പറഞ്ഞിട്ട്. അതിനകത്ത് കുറച്ചധികം ആക്സസറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ആകെ 1001 പീസ് അങ്ങനെ എന്തോ അവൈലബിൾ ഉള്ളൂ എന്നാണ് തോന്നുന്നത്, ഓൾ ഇന്ത്യ തലത്തിൽ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സ്റ്റിക്കർ വർക്ക് കാണാം. ആക്ച്വലി ഇത് കാണുമ്പോൾ ഒരു ക്ലാഡിംഗ് ഒക്കെ ഉള്ള പോലെ തോന്നും, ഒരു 3D ഒക്കെ ആയിട്ട് തോന്നും, പക്ഷേ സ്റ്റിക്കർ വർക്കാണ് കൊടുത്തേക്കണേ. കുറച്ചൊരു ബ്യൂട്ടി എലമെൻ്റ് ആഡ് ചെയ്യാൻ അത് സഹായിക്കും എന്നുള്ളതാണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗങ്ങൾ നോക്കൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് കുറച്ച് കയറി നിൽക്കുന്ന പോലെയാണ്, കാരണം ഇവിടെ നമുക്കൊരു എയർ വെൻറ്റിൻ്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ പാസഞ്ചേഴ്സിന് തണുപ്പ് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗം സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ട്. ഒരു പരിധി വരെ ഹെഡ് റൂം തരാനും അത് സഹായിക്കുന്നുണ്ട് എന്ന് പറയാം. റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്, ഫങ്ഷനിങ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഇതാണ് സൈഡ് പ്രൊഫൈൽ. ബാക്കിലേക്ക് വരുമ്പോഴേ ഈ ഒരു തത്തമ്മ ചുണ്ട് പോലത്തെ ടൈൽ ലാമ്പിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു 2019-20 കാലത്തിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ കാണാം, സ്പ്ലിറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നിസാൻ്റെ ലോഗോ, അതുപോലെ തന്നെ ഒരു കണക്റ്റിംഗ് എലമെൻറ്റ്. ഇനി ബൂട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് കിട്ടിയല്ലോ. ഇത് 7 സീറ്റ് വേർഷനാണ്, പക്ഷേ നമുക്ക് സീറ്റുകൾ എടുത്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ കൈ പിടിച്ച് കാണിച്ചത്. ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്ത സീറ്റുകളാണ്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫിറ്റ് ചെയ്യാം. അതിനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം, ഇത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു 8 മോഡ് അങ്ങനെയുണ്ട്. 1 മടക്കാം, 2 മടക്കാം, 3 മടക്കാം, 4 മടക്കാം. അപ്പോൾ 5 സീറ്ററും 2 സീറ്ററും 4 സീറ്ററും ഒക്കെ ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇത് ടൈൽ ഗേറ്റ് ഇലക്ട്രിക്കൽ ഓപ്പറേറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല, മാനുവലിയാണ്. വൈപ്പർ യൂണിറ്റ് ഇവിടെ കാണാം. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, ഒരു വാഷിംഗ് യൂണിറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട്. ബാക്കിൽ എവിടെയും ആൻറ്റിനയുടെ പ്രസൻസ് ഇല്ല. ആൻറ്റിന ആക്ച്വലി കൊടുത്തേക്കുന്നത് ഫ്രണ്ടിലാണ്. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. പ്രൈസ് 5,65,000 രൂപയാണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ ഇൻട്രൊഡക്ടറി പ്രൈസ്. ലോഞ്ച് ചെയ്ത സമയത്ത് അവരതാണ് പറഞ്ഞത്. ടോപ്പ് വരുന്ന പ്രൈസ് നിലവിൽ അനൗൺസ് ചെയ്തിട്ടില്ല, ബട്ട് ഐ എക്സ്പെക്ട് 12 lakh. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബഡ്ജറ്റ് പ്രൈസിൽ നിർത്താനാണ് ഇത് ശ്രമിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അഡാസ്, വെന്റിലേറ്റഡ് സീറ്റ്, 360 ഡിഗ്രി ക്യാമറ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത്. ഇപ്പോൾ എർട്ടിക്ക എടുക്കാൻ പറ്റാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു 7 സീറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നൈസാണ് അല്ലേ? അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് സംഭവം. ഇനി ഇൻറ്റീരിയറിലേക്ക് വരാം. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ആദ്യം ഡോർ സൈഡിൽ നിന്ന് ആരംഭിക്കാം. ഡോർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇത് ഫുള്ളി പ്ലാസ്റ്റിക് ആണ്. എവിടെയും ഫാബ്രിക് എലമെൻറ്റോ അങ്ങനത്തെ എലമെൻറ്റുകളോ ഒന്നും തന്നെ കൊടുത്തില്ല. മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഭാഗം കാണാം. ഇതിനുള്ളിൽ അതായത് നമ്മൾ പറയില്ലേ ഒരു എഡിഷൻ, സ്പെഷ്യൽ എഡിഷൻ വരുന്നുണ്ടെന്ന്. അതിനകത്ത് അതായത് ലോഞ്ച് സ്പെഷ്യൽ എഡിഷൻ, അതിനകത്ത് JBLൻ്റെ സ്പീക്കർ സിസ്റ്റം ഉണ്ട് കേട്ടോ. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഡോർ ഹാൻഡിൽസ്, പവർ വിൻഡോ കൺട്രോൾസ്. ഫ്രണ്ടിലത്തത് ഓട്ടോ ആണ്, അത് കൊടുത്തിട്ടുണ്ട്. മിററൊക്കെ ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അതിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റിയറിംഗ് വീല് കാണുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു പ്രീമിയം ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ലെതറാണ്, അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഹൈലൈറ്റ് കാണാം. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടിൻ്റെ കൺട്രോൾസ് പിയാനോ ബ്ലാക്കിനകത്താണ് കൊടുത്തേക്കുന്നത്. അങ്ങനത്തെ കുറച്ച് ഹൈലൈറ്റുകൾ രസമായിട്ട് തോന്നി. ഇനി സീറ്റിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു അൽക്കണ്ടാറ മെറ്റീരിയൽ പോലത്തെ മെറ്റീരിയലാണ്, പക്ഷേ ആക്ച്വലി അൽക്കണ്ടാറ അല്ല. ഇതിനൊരു പ്രത്യേക സീഡ് അങ്ങനെ എന്തോ ഒരു പേരാണ് ബ്രാൻഡ് പറയുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്, റിക്ലൈനബിൾ ആണ്. ആ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കാണാം. അത് ആക്ച്വലി ഡ്രൈവർക്ക് മാത്രമേ ഉള്ളൂ. പാസഞ്ചർ അതായത് കോ ഡ്രൈവർക്ക് റിക്ലൈനിങ് സീറ്റ് ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഇത് നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങോട്ടില്ല,
അത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. യെസ്, നൈസ്. ഇനി ഡാഷ്ബോർഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്. ആക്ച്വലി ഒരു 7-inch ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബഡ്ജറ്റ്. അതുപോലെ ഇവിടെ നമുക്ക് ബട്ടൺസ് കാര്യങ്ങളൊക്കെ കാണാം, ഹസാർഡ് ലാമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ ഇതാണ് ലോക്ക് കേട്ടോ. ഇവിടെ കൊടുത്തിരിക്കുന്ന സെൻട്രൽ ലോക്കിൻ്റെ കൺട്രോൾ ഒറ്റ ബട്ടൺ തന്നെയാണ് രണ്ടും മാനേജ് ചെയ്യുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ബട്ടൺസ് കാണാം. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ദർ ഇസ് നോ C ടൈപ്പ് ചാർജിങ് പോർട്ട്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ AC വെൻറ്റ്, ഇതൊരു വുഡൻ ട്രിം പോലെയാണ് കൊടുത്തേക്കണത്, പക്ഷേ ആക്ച്വലി ഇത് പ്ലാസ്റ്റിക് ആണ്. ഇവിടെ ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്, അപ്പർ ഗ്ലോ ബോക്സ്. അതുപോലെ തന്നെ നമുക്കൊരു ലോവർ ഗ്ലോ ബോക്സും കൊടുത്തേക്കുന്നു എന്നുള്ളതാണ്. ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളും മാനേജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഭാഗമൊക്കെ തന്നെയും നമുക്ക് പ്ലാസ്റ്റിക് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഫുൾ പ്ലാസ്റ്റിക് എലമെൻറ്റുകളാണ് എന്നുള്ളതാണ്. ഇനി കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് യൂണിറ്റ് കാണാം. ആക്ച്വലി നൈസ്. ടോപ്പ് എൻഡിൽ അത് കൊടുക്കാൻ നല്ലതാണ്, കാരണം C ടൈപ്പ് ചാർജിങ് പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ ഒരു മാനുവൽ ട്രാൻസ്മിഷൻ കാണാം, ഓട്ടോമാറ്റിക്കിനകത്തും അവൈലബിൾ ആണ്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാം കേട്ടോ. യെസ്. പിന്നെ ഈ ഒരു കൺട്രോൾ ഇത് ആക്ച്വലി ബാക്കിലേക്കുള്ള AC കൺട്രോളാണ്. അത് ഞാൻ കാണിക്കാം. ഇവിടെ നമുക്ക് ഡയനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിയർ വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു മിററും ആഡ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡിൽ അത് എംപ്റ്റി ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഈ മെറ്റീരിയൽ കൊള്ളാം. പിന്നെ മൊത്തത്തിലൊരു വൈറ്റ് പാറ്റേൺ കൊടുത്തേക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത് ചെളിയാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് റീസണബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ കുറേ കാര്യങ്ങൾ. ഇനി നമ്മൾ ബാക്കിലേക്ക് വരികയാണ്. ഇത് ആക്ച്വലി ഇപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് പൊസിഷൻ്റെ കുറച്ച് ബാക്കിലാണ്. എന്നിരുന്നു കഴിഞ്ഞാലും എനിക്ക് ഇവിടെ ഒരു 4 വിരലിൻ്റെ ലെഗ് റൂം ഈസിലി അവൈലബിൾ ആണ്. സോ ഇൻട്രസ്റ്റിംഗ്. തൈ സപ്പോർട്ട് ഓക്കെയാണ്, ബട്ട് ഐ എം നോട്ട് മച്ച് ഹാപ്പി. കാരണം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 feet ടോൾ ആയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ടാണെന്നുള്ളത്. ഇനി വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോ, സീറ്റിൽ ഫ്രണ്ടിൽ നമുക്ക് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ അല്ല. ഒരു സ്പോർട്ടി സീറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സ്പോർട്ടി സീറ്റിൻ്റെ ഡിസൈനിലാണ് അത് ചെയ്തേക്കണേ. പക്ഷേ ബാക്കിലത്തെ 2 ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ ആണ്. 2 ഹെഡ് റെസ്റ്റേ ഉള്ളൂ, ആംബ്രസ്റ്റ് ഇല്ല. പിന്നെ ഈ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ, ഉണ്ടോ, റിക്ലൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി, കാരണം ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് അത് കുറച്ചുകൂടി സഹായകരമാവും. പിന്നെ ഇവിടെ ഉണ്ടോ ഒരു ഭാഗം, ഇത് ആക്ച്വലി ബാക്കിലേക്ക് ഇവിടെ ഒരു AC വെൻ്റ് ഉണ്ട് കേട്ടോ. ബാക്കിലേക്ക് AC കൊടുക്കാനുള്ള സഹായിക്കും. അതിൻ്റെ കൺട്രോളാണ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സാധനം. പിന്നെ ഹെഡ് റൂം നോക്കിയാൽ 5 വിരലിൽ കൂടുതലുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹെഡ് റൂമാണ്. ഇനി ഇവിടെയും നമുക്കൊരു AC വെൻ്റ് ഉണ്ട്. ആക്ച്വലി ഇപ്പം ഇത് കാണൂല, ഇവിടെ ഒരു AC വെൻ്റ് ബാക്കിലത്തെ പാസഞ്ചേഴ്സിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇതാണ് ഇതിൻ്റെ റിയർ സീറ്റ്. ബാക്കിലത്തെ സീറ്റ് ഒബ്വിയസ്ലി ഒരു കിഡ് സീറ്റ് പോലെയാണ്, എന്നാലും ആളുകൾക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇതിനകത്ത് ബാക്ക് സീറ്റ് വെക്കാത്തതുകൊണ്ട് അത് ഇപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അത് കാണിക്കാം. ഇനി എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ട്രൈബറിൽ ഉണ്ടായിരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. 1 liter നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ, 96 Nm ടോർക്കും 72 PS പവറും ആണ് ഇത് ഉൽപ്പാദിപ്പിക്കുക. കുറച്ചുകൂടി സ്പേസ് ഒക്കെ കണ്ടല്ലേ, ഡീസൽ എഞ്ചിനൊക്കെ വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇവിടെയാണ് വാഷർ ഫ്ലൂയിഡൊക്കെ ഫില്ല് ചെയ്യാനുള്ള സ്ഥലം കേട്ടോ, ഈ ഒരു ഭാഗത്ത്. ഇത് അടയ്ക്കുന്ന സമയത്ത് സൗണ്ട് ശ്രദ്ധിച്ചോട്ടോ. ഓക്കെ, സോ എന്തായാലും ഇതാണ് ഏറ്റവും പുതിയ നിസാൻ ഗ്രാവൈറ്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 5,60,50,000 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 12 ലക്ഷം വരെ ടോപ്പ് വേരിയൻ്റ് പ്രൈസ് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അതിനിടയിലൂടെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 15 ലക്ഷം രൂപയുടെ ഒരു 7 seater ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ബേസ് വേരിയൻ്റ് ഒരു 5 ലക്ഷത്തിന് അവൈലബിൾ ആണ്. അപ്പോൾ ബേസ് വേരിയൻറ്റിലേക്ക് എന്തൊക്കെ വരും കട്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഒരു 12 ലക്ഷം രൂപയ്ക്ക് വാങ്ങാവുന്ന നല്ലൊരു 7 seater എന്നൊക്കെ രൂപത്തിൽ ഇതിനെ കൺസിഡർ ചെയ്യാം. 6 എയർ ബാഗുകൾ, ഹിൽ ഡീസൻറ്റ് കൺട്രോൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെയും ഇതിനകത്തുണ്ട് എന്നുള്ളതും ഒരു പ്ലസ് പോയിൻ്റാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.